ഹായ് ഗൈസ്, ചെമ്പനീർ പൂവ് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മറ്റൊരാളോട് ഭാര്യ പിശാചാണ്, പേക്കൂത്താണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തതിന്റെ ദേഷ്യമുണ്ട് രേവതിക്ക്. പിണങ്ങിയിരിക്കുന്ന രേവതിയെ സമാധാനിപ്പിക്കാൻ അലുവയുടെ ബോക്സുമായാണ് സച്ചി വരുന്നത്. സച്ചി വന്ന് സോഫയിലിരുന്ന് ബോക്സ് തുറന്ന രേവതി, ദേ ഇത് നോക്കിയേ, നിനക്ക് ഇഷ്ടപ്പെട്ട അലുവയാണ് ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്, നിനക്ക് ഇഷ്ടപ്പെട്ട അലുവയാണ് ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് നീട്ടിപ്പിടിക്കുന്നു. രേവതിക്ക് ദേഷ്യം മാറിയിട്ടില്ല. സച്ചിയെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട അലുവ വാങ്ങിക്കൊണ്ട് വന്നത് നിന്നെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാ. ഇനിയെങ്കിലും ഒന്ന് എന്നെ വിശ്വസിക്ക് രേവതി, ഞാൻ നീ എങ്ങനെ വിശ്വസിപ്പിക്കും നിന്നെ എന്ന് പറഞ്ഞ് സച്ചിയുടെ ഇമോഷണൽ ഡ്രാമയിൽ രേവതി അലിഞ്ഞുപോയി. രേവതി ചിരിച്ചു, ഇവിടെ വന്നിരിക്കെ രേവതി എന്ന് പറയാണ് സച്ചി. രേവതിയുടെ കയ്യിലെ മോപ്പ് സ്റ്റിക്കൊക്കെ വാരി എറിഞ്ഞ് ബോക്സിൽ നിന്നും ഒരു കഷ്ണം അലുവയെടുത്ത് രേവതിയുടെ വായിൽ വെച്ചു കൊടുക്കുന്നുണ്ട് സച്ചി. സച്ചിയുടെ വായിൽ രേവതിയും വെച്ചു കൊടുക്കുന്നു. അങ്ങനെ അവരുടെ പിണക്കം ആ അലുവ കഷ്ണത്തിൽ അലിഞ്ഞുപോയി. പിന്നീട് സച്ചി റോഡിലൂടെ നടക്കുമ്പോൾ രേവതിയുടെ അനുജൻ ശരത്തിനെ പോലീസ് പിടിക്കുന്നു. അവനൊരു 2 വീലറിൽ ഹെൽമറ്റ് ഒന്നും ഇടാതെ വരുന്നത് കണ്ട് പോലീസ് തടഞ്ഞിട്ട് ബാഗില് എന്താടാ എന്ന് ചോദിക്കുന്നു. ബാഗ് പരിശോധിക്കുമ്പോൾ അതിൽ നിന്നും ഒരു ഡ്രിങ്ക്സിന്റെ ബോട്ടിലും കാണുന്നു. ഇത് കണ്ടതും സച്ചിയും പോലീസും ഒരുമിച്ച് ഞെട്ടി. ഇനി എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയാവുന്നതേ ഉള്ളൂ. സച്ചി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ശരത്തിനെ അതിൽ നിന്നും മോചിപ്പിക്കും എന്ന് തോന്നുന്നു. എത്ര പറഞ്ഞാലും ശരത്തിന് മനസ്സിലാവുകയില്ല. ഇനി എന്ത് നടക്കുമെന്ന എപ്പിസോഡിലാണ് അടുത്തത് വരാനിരിക്കുന്നത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.